എൻ്റെ പേര് സേതു. ഞാൻ എറണാകുളത്തു നിന്നാണ്. ഞാൻ നാട്ടിൽ ഏവിയേഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചത്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കോൺടാക്റ്റ് കിട്ടിയാണ് ഹയർ ആൻഡ് കെയറിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ വേറെയും കുറേ ഏജൻസികളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റിൽ തന്നെ ഒരു ഹ്യൂജ് സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ അവരപ്പോൾ തന്നെ ചോദിക്കുമായിരുന്നു. അപ്പോൾ എനിക്കത്ര ട്രസ്റ്റ് വർത്തിയായിട്ട് തോന്നിയില്ല. അതേപോലെ ഹയർ ആൻഡ് കെയറിൽ കോൺടാക്ട് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് ഫീസിൻ്റെ കാര്യം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. വിസ എല്ലാം കയ്യിൽ കിട്ടി ഒരു 5 ദിവസം കഴിഞ്ഞ് പുറപ്പെടുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഫീസ് വരെ കൊടുത്തത്. അപ്പോൾ എനിക്ക് അവരുടെ അടുത്ത് നിന്ന് ഭയങ്കര സപ്പോർട്ടാണ് കിട്ടിയത്. അക്ഷയ്, ഞാൻ കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഞാൻ ആക്ച്വലി ഡിഗ്രി കഴിഞ്ഞ് ഒരു 3 years വർക്ക് ചെയ്തതിന് ശേഷമാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് പോകുന്നത്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് B2 കംപ്ലീറ്റ് ആകുന്ന സമയത്ത് വേറെ ഒരു ഏജൻസിയിലൂടെ ഞാൻ പോയില്ല. കാരണം എനിക്ക് മുമ്പ് പോയിട്ടുണ്ടായിരുന്ന ആൾക്കാരുടെ റെഫറൻസും കാര്യങ്ങളും വെച്ചിട്ട് ഹയർ ആൻഡ് കെയർ തന്നെയായിരുന്നു എനിക്ക് നല്ലതായിട്ട് തോന്നി. അങ്ങനെ കൊടുത്തു. എൻ്റെ പേര് ജോയൽ. ഹയർ ആൻഡ് കെയറിനെ കണ്ടുമുട്ടിയത് എൻ്റെ സിസ്റ്റർ വഴിയാണ്. എൻ്റെ സിസ്റ്റർ ഇവിടെ ജർമ്മനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് നേഴ്സായിട്ട്. ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഫോറിൻ കൺട്രിയിൽ പോയി എന്തെങ്കിലും പഠിക്കണമെന്ന വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററാണ് പറഞ്ഞത് ജർമ്മനി വന്ന് നഴ്സിംഗ് പഠിക്കാം, ഹയർ ആൻഡ് കെയർ അതിന് സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ. അങ്ങനെ ഞാൻ ലാംഗ്വേജ് B2 ഒക്കെ പാസ്സായി. വളരെ എളുപ്പത്തിൽ തന്നെ എനിക്ക് പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ഹയർ ആൻഡ് കെയർ ചെയ്തു തന്നു. മറ്റുള്ള ഏജൻസിയെ പോലെ ഒന്നുമല്ല, എന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങളാണെങ്കിലും എനിക്ക് ഒരു ഏജൻസി എന്നതിലുപരി ഹയർ ആൻഡ് കെയറിൻ്റെ ക്രൂ അവർ വന്ന സമയത്ത് അവർക്ക് ഉണ്ടായ ബുദ്ധിമുട്ട് നാട്ടിൽ നിന്ന് വരുന്ന വേറെ ആർക്കും ഉണ്ടായിരുന്നുള്ള രീതിയിലാണ് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്തത്. പ്രത്യേകിച്ച് ആൻസിമ എന്ന് പറഞ്ഞാൽ ഏത് പാതിരാത്രിയിൽ നമ്മൾ മെസ്സേജ് അയച്ചാലും ഞാൻ അതിന് റിപ്ലൈ തരും. ഏത് സമയത്തും അസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഏതൊരു ഡൗട്ടും എപ്പോൾ വേണമെങ്കിലും ഒരു ക്ലിയർ ചെയ്ത് തരുന്നു. യാതൊരു തരത്തിലുള്ള പ്രഷറും നമുക്ക് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതേപോലെ സ്റ്റുഡൻസ് എല്ലാം കൂടെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ പോലും വളരെ ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ആൻസിമാമിൻ്റെ കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. എനിക്ക് വേറെ ഒരു ഭയങ്കര ഹസിൽ ഫ്രീ ആയിട്ട് വേറെ ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ആൻസിമാം പ്രത്യേകിച്ച് എടുത്ത് പറയണം. എൻ്റെ പേപ്പർ വർക്കും ട്രാവൽ ഇൻഷുറൻസും വിസയ്ക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തത് ആൻസിമാമാണ്. ഈ വരുന്ന എല്ലാവരുടെയും ചേർത്തൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അതിനകത്ത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് വളരെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു നമുക്കിവിടെ കിട്ടിയത്. അപ്പോൾ എന്തായാലും എൻ്റെ പരിചയത്തിൽ ആരൊക്കെ ജർമ്മനിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ എല്ലാം ഞാൻ ഹയർ ആൻഡ് കെയറൊക്കെ സജസ്റ്റ് ചെയ്യാം. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ എടുത്തേക്കുന്ന നേഴ്സിംഗ് ഹൗസ് ബിൽഡിംഗ് കോഴ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും ഈ കോഴ്സ് എടുത്താൽ എന്തൊക്കെയാണ് ബെനിഫിറ്റ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നതും മനസ്സിലാക്കി. എൻ്റെ ഒരു പ്രൊഫഷനിൽ നിന്ന് ഞാനൊരു കൊമേഴ്സ് പ്രൊഫഷനിൽ നിന്ന് ഇതിലോട്ട് മാറിയതാണ്, നേഴ്സിംഗ് ഫീൽഡിലോട്ട് മാറുവാണ്. എന്തുകൊണ്ട് ഇതെടുത്താൽ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നത് ഹയർ ആൻഡ് കെയർ ആണ്. ഞാൻ ഹയർ ആൻഡ് കെയറിൻ്റെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്. എന്തായാലും ഇനി നാട്ടിൽ നിന്ന് ആരും വരുന്നുണ്ടെങ്കിലും ഞാൻ ഹയർ ആൻഡ് കെയറിനെ സജസ്റ്റ് ചെയ്യും. എനിക്ക് അത്രയ്ക്കും വിശ്വസ്തയുള്ളൊരു ഹയർ ആൻഡ് കെയർ.